അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പോകണം. അപ്പം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെണ്ടുമല്ലി പൂവുകൊണ്ട് ആ മറ്റേണ് കേട്ടോ. ഇത് ഈ എതളില്ലാത്ത ചെണ്ടുമല്ലിയാണ്. വീതിയുള്ള ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടൊക്കെ ഉണ്ടാവില്ല കണ്ടോ, ഇങ്ങനെ മാല കോർക്കൂട്ടോ. മാല കോർത്തിട്ട് ഞങ്ങൾ ഇതേപോലെ ചെണ്ടുമല്ലി ഞാൻ മൊബൈൽ പിടിച്ചു തരാൻ ആരുമില്ല, അപ്പോൾ ഇവിടെ ചാരി വെച്ചിട്ടോ. അപ്പം അതിങ്ങനെ കോർക്കട്ടത്, അതിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ ഇതുകൊണ്ട് നഖം കൊണ്ട് ഇങ്ങനെ അമർത്തും, എന്നിട്ട് ഓട്ടം ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് അതിൽ മറ്റേ കോർക്കും ഇങ്ങനെ. ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങൾ കളിക്കും ഇങ്ങനെ കേട്ടോ. ഈ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മൊബൈൽ അല്ല, അത് പണ്ടൊന്നും മൊബൈലും ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ കേട്ടോ ഇങ്ങനെ ഇത് കോർക്കും. ഇത് കോർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ അരിയുണ്ട ചെണ്ടുമല്ലി അത് കേട്ടോ. പണ്ടൊക്കെ വീതിയുള്ള ചെണ്ടുമല്ലിയല്ലേ കാരം പൂവല്ലേ, അതിപ്പോൾ ഇവിടെ ഇല്ല, ആദ്യം ഉണ്ടായിരുന്നു. ഇതിൽ നഖം കൊണ്ടൊന്നും ഇങ്ങനെ അമർത്ത് കേട്ടോ. ഉണ്ടോ, ഒരു ഓട്ടയ്ക്കും, എന്നിട്ട് ആ ഓട്ടയിൽ മറ്റേ കണ്ടിടും. എന്താ ഇങ്ങനെ ഇതിലേക്ക് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പണ്ടൊക്കെ അങ്ങനെ മാല ഉണ്ടാക്കി കോർക്കും. ഇതുണ്ടോ, ഈ ഓട്ടയിലേക്ക് ഇതിങ്ങനെ ഇടും, എന്നിട്ട് ഇതിങ്ങനെ വെക്കും. ആ വീതിയുള്ളൊരു പൂവുണ്ടല്ലോ മറ്റേ ഉണ്ട, അതാണ് ചല്ലമാതിരി. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കോർക്കാൻ. കണ്ണും കാണില്ല, കണ്ണടയൊക്കെ ഇട്ടിട്ടോ കോർക്കാൻ. എല്ലാവരും ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരും നിങ്ങൾക്ക് കേട്ടോ. പുതിയത് മാത്രം കണ്ടാൽ പോരല്ലോ, പഴയ ആൾക്കാർക്ക്, ഈ പുതിയ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ ഇത് കോർക്കണമെന്ന്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. പിന്നെ ഒരു പുല്ലുണ്ട് കേട്ടോ, മോതിര പുല്ല് അറിയാങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ തവരയുടെ മാല, അതിൻ്റെ ഇലയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കളിക്കും. പണ്ടൊക്കെ ഇങ്ങനെ പാടത്ത് കൂടെ ഞങ്ങൾ ഇരുന്നിട്ട് കുറച്ച് കണ്ണ് തന്നെ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചായിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുണ്ടോ, അത്രേ ഉണ്ടോ, ഇത്രേ. ഞങ്ങളിങ്ങനെ വലിയ ഇതുണ്ടാക്കിയിട്ട് മാലയൊക്കെ കോർത്ത് കഴുത്തിലൊക്കെ ഇടും കേട്ടോ. മാലേന്ന് പറഞ്ഞിട്ട് ഇത് നല്ല പണിയാണ്. അമർത്തുന്നൊക്കെ ഇല്ലാത്ത കാരണം അമർത്താൻ നല്ല പണിയാണ്. ഇതിലിങ്ങനെ ഓട്ട തുളക്കട്ടോ ഈ. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഒന്നും അറിയില്ല. അവർ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഉള്ളവരൊന്നും ഇതൊന്നും ചെയ്യില്ല. സിനിമ കാണുക, മൊബൈൽ കാണുക. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കൂടി മൊബൈലാണ്. അവരിത് കണ്ടിട്ട് ഇതൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ, ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പൂവുണ്ടാക്കി ഈ ഇതിൽ സാധനമില്ലേ കണ്ടോ, അതിൻ്റെ ഇതിൽ അതിലൊന്നും ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. മറ്റേ ഉണ്ടോ നഖം കൊണ്ട്, എന്നിട്ട് അതിൻ്റെ മറ്റേ വേറെ പൂവെടുത്തിട്ട് അതിലിട്ട് ഇതുണ്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഒന്ന് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ട് വെച്ചാലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 746 സബ്സ്ക്രൈബ്. അപ്പം നിങ്ങളെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇനിയും നിങ്ങൾ ഇടാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കമൻറ്റും പിന്നെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ, സപ്പോർട്ടൊക്കെ ചെയ്യണേ. വേറെ ഒന്നും അധികം ഒന്നും അറിയില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റണ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിൽ എഴുതി വിടാനുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇതന്നെ ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ കാണിച്ച് പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാ കണ്ടില്ലേ നിങ്ങൾ, മാല കണ്ടില്ലേ? അപ്പം ഈ മാല ഇതിലേക്ക് ഇങ്ങനെ മുട്ടിക്കട്ടോ ചെയ്യല്ലേ. ഇതുണ്ടോ മാല, നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയെന്ന്. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് കേട്ടോ, മാല കണ്ടില്ലേ, ചെണ്ടുമല്ലി പൂവ് കൊണ്ട് മാല ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതാ